എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഇതുവരെ ഡിഗ്രി കോഴ്സിലേക്ക് MG യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും നാളെ ഇതുവരെ ഒരു പ്രോഗ്രാമിലും ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കുൾപ്പെടെ, അതായത് എല്ലാവിധത്തിലുള്ള എല്ലാവിധ അപേക്ഷകർക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാതെ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1, അതായത് ഇന്ന് മുതൽ ജൂലൈ 3 വരെയുള്ള SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷനോടൊപ്പം പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതും അതുപോലെ പുതിയ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും ആണ്. അപ്പോൾ എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റിലേക്കും അതുപോലെ PD കോട്ടയിലേക്കും ഇതോടൊപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷിക്കാവുന്നതോ നേരത്തെ ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാവുന്നതോ ആണ്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കായിട്ടുള്ള പ്രത്യേക അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവർ നിർബന്ധമായിട്ടും പുതിയ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. നിലവിലുള്ള ഹയർ ഓപ്ഷനുകൾ പ്രത്യേക അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ജൂലൈ 3 വരെയാണ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ഇതുവരെ ഓൾറെഡി ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള, അതായത് ആ ഒരു പ്രത്യേക അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് വീണ്ടും ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിലുള്ള ഹയർ ഓപ്ഷനുകൾ ഈ ഒരു പ്രത്യേക അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതല്ല. അതുപോലെ ഓപ്ഷൻസ് മാറ്റാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഓപ്ഷൻസ് മാറ്റുന്നതിനും, അതായത് ആപ്ലിക്കേഷൻ സംബന്ധിച്ച് എല്ലാവിധ എഡിറ്റും ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ നൽകാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ PD കോട്ട, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട എന്നിവയിലേക്ക് ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും, അതായത് പുതുതായിട്ട് രജിസ്ട്രേഷനും ഇതുവരെ അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട, PD കോട്ട എന്നിവയിലേക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാനും, അതുപോലെ SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ പുതിയ ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ മുൻപ് നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പുതിയ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ അപേക്ഷ പുതുക്കേണ്ടതാണ്. അപ്പോൾ ജൂലൈ 3 വരെയാണ് ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് യുവർ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായിട്ടുള്ള എഡിറ്റുകളൊക്കെ വരുത്തുക, അതുപോലെ പുതിയ ഓപ്ഷൻസൊക്കെ കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ഓപ്ഷൻ അഫ്രഷ് ആൻഡ് ദ ഓപ്ഷൻ ആർ ലിസ്റ്റഡ്, അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച ശേഷം മാത്രം നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷനുകളൊക്കെ നൽകി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം, അതായത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട്, അതായത് ഈ ഒരു വെരിഫിക്കേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഡാറ്റ കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മോഡിഫൈഡ് ഡാറ്റയുടെ ആ ഒരു പ്രിൻ്റൗട്ടൊന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതില്ല. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു മോഡിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി എന്നുള്ളത് ഉറപ്പാക്കിയ ശേഷം വിദ്യാർത്ഥികൾ ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റൗട്ട് എടുത്ത് വിദ്യാർത്ഥികൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 3 വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനും അതുപോലെ പുതിയ രജിസ്ട്രേഷൻ ചെയ്യാനുമുള്ള അവസരം ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.